ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ള സംശയങ്ങളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ, ടോപ്പായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരമാണ് CUET വഴി ഒരുങ്ങുന്നത്. CUET UG എൻട്രൻസ് എക്സാമിനേഷൻ മെയ് മാസത്തിൽ നടക്കാൻ പോവുകയാണ്. CUET UGയുടെ അപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. CUET PG വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കാൻ പോവാണ്. അതിനുശേഷം മെയ് മാസത്തിൽ CUET UGയുടെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുമെന്നുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ +2 പഠനം പൂർത്തീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, പഞ്ചാബ്, രാജസ്ഥാൻ, സൗത്ത് ബീഹാർ, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ദി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരമാണ് CUET വഴി നിങ്ങൾക്ക് ഒരുങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക, എന്തൊക്കെയാണ് എക്സാമിനേഷൻ്റെ സ്വഭാവം, എങ്ങനെയാണ് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി UG എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ നടക്കുന്ന എക്സാമിനേഷന് വളരെ നേരത്തെ തന്നെ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ആ തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരിക, അതുമുതൽ നിങ്ങളുടെ കൃത്യമായിട്ട് ഇതിന് അപ്ലിക്കേഷൻ പ്രോസസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട 2 രേഖകൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഫോട്ടോ ആണ്, 2 നിങ്ങളുടെ സിഗ്നേച്ചറാണ്. ഈ 2 ഡോക്യുമെൻ്റ് ആയിരിക്കും പ്രധാനമായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരിക. ബാക്കി നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. SSLC സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. ബാക്കി നിങ്ങളുടെ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടുത്ത ഘട്ടത്തിൽ എക്സാം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഫ്രം തഹസിൽദാർ, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും മാത്രമായിരിക്കും ആവശ്യമായിട്ട് വരിക. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കുന്നു എന്നനുസരിച്ചാണ് ഈ പറയുന്ന പോലെ 3 സെക്ഷനുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒന്ന് സെക്ഷൻ 1 എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ലാംഗ്വേജ് കാറ്റഗറിയാണ്. അതിൽ സെക്ഷൻ 1A, B എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് കാറ്റഗറി ഉണ്ട്. സെക്ഷൻ 2 എന്ന് പറയുന്നത് 27 ഡൊമൈൻ സബ്ജക്റ്റ് അടങ്ങിയിട്ടുള്ള കാറ്റഗറിയാണ്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചുള്ള കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള സബ്ജക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. അതാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ നോർത്ത് ക്യാമ്പസ് ആണോ സൗത്ത് ക്യാമ്പസ് ആണോ നിങ്ങളുടെ ടാർഗറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ദി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ആണോ? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ MA SEAL പ്രോഗ്രാം ആണോ? അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണോ? അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണോ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ സാധ്യത അനുസരിച്ച് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇൻപുട്സും നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. CUET UG എൻട്രൻസ് എക്സാമിനേഷന് നേരത്തെ തന്നെ ഒരുങ്ങുക. അത് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായി പെപ്പ് ലേണിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.